നമുക്കിന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി നമുക്ക് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലോട്ടുള്ള അരപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് തേങ്ങ, സവോള, കറിവേപ്പില, പിന്നെ മുളക്, ഇതെല്ലാം നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് സവോളയും തേങ്ങയും കറിവേപ്പിലയും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അത് കുറച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് വറ്റൽമുളകും കാശ്മീരി മുളകും കൂടെ ചേർക്കാം. പിന്നെ അതിലോട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്, നല്ല വറുത്തെടുത്ത മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിക്കനിലോ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് കൂടുതൽ വെള്ളമായിട്ടാക്കണ്ട, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയും. പിന്നെ നമുക്ക് അതിലോട്ട് താളിച്ചൊഴിക്കാൻ ഒരു സവോളയും പിന്നെ കറിവേപ്പിലയും. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലെല്ലാം കുക്ക് ചെയ്ത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പച്ച തേങ്ങ, നല്ല കട്ടിയായിട്ട് ഒരു തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നതാണ്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയും നല്ല ഇതായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ സവോള താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി, നമ്മുടെ ദോശ, ഇഡ്ഡലി, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.